പ്രൈസ് ദി ലോർഡ്. സയോൻ ഫയർ മിനിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വേഴ്സവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കേൾക്കുന്ന ഈ വചനം നിങ്ങളുടെ വേദനയ്ക്ക് വളരെ തണലായി, നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടിൽ നിന്നും നിങ്ങളെ വിടുവിക്കുന്നവരായി, നിങ്ങൾക്ക് വേണ്ടി നല്ല ആശ്വാസം പകരുന്നവരായി, നല്ല വിടുതൽ പകരുന്നവരായി ഇത് മാറാൻ പോകുകയാണ്. സിസ്റ്റർ മേഴ്സി നിങ്ങൾക്ക് വേണ്ടി പറയുന്ന വചനം നിങ്ങളിന്ന് വളരെ ബലപ്പെടുത്താൻ പോകുന്നെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലൈറ്റ്സ് ഓഫ് എയർ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവ് യേശുവിനാകത്തുള്ള സ്നേഹം അറിയിക്കുന്നു. വീണ്ടും വചനമായി നിൽക്കുവാൻ ദൈവാത്മ ഇവിടെയാക്കുന്ന എല്ലാ സാവകാശങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ നമ്മൾ ഒന്നിച്ച് വചനം ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വിടുവിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രത്യേക വിഷയങ്ങളുടെ മേൽ, നിങ്ങൾ ജാഗരിക്കുന്ന ഉപവസിക്കുന്ന പ്രത്യേക വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് മറുപടി തരുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ട ആലോചനകൾ ഇന്നുപോലെ തരുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും ദൈവത്തിൻ്റെ ആത്മാവ് തന്ന വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 102 അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 102:6-7 വാക്യങ്ങൾ. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു, വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യഭാഗമാണ് ഇവിടെ വായിച്ചു കേട്ടത്. ഏതൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വാക്യശകലങ്ങൾ നമുക്ക് അനുഗ്രഹമായ രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പലപ്പോഴും നമുക്ക് തരുന്നു. ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. നമുക്കറിയാം, ഈ സംഗ്രഹത്തിൻ്റെ ഹെഡിങ്ങിൽ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതേത് സാഹചര്യത്തിൽ എഴുതിയെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അരിഷ്ടൻ്റെ പ്രാർത്ഥനയാണെന്നാണ് ഹെഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിലും ദാവീദിൻ്റെ പ്രത്യേക പ്രാർത്ഥനയായി ഇതിനെ ബൈബിൾ പഠിതാക്കൾ ക്രമീകരിച്ചിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തൻ്റെ കഷ്ടത്തിലും തൻ്റെ സങ്കടത്തിലും എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വന്നപ്പോൾ അവൻ മനുഷ്യരുടെ മുഖത്തേക്കല്ല നോക്കിയത്. നാം നോക്കുന്നത് പോലെ ദൈവമുഖത്തേക്ക് നോക്കിയതുകൊണ്ട് ദാവീദ് ലജ്ജിച്ചു പോയില്ല. ഈ അധ്യായത്തിൻ്റെ ഓരോ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നേ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനപ്പുറമായി എനിക്ക് ദൈവത്തെങ്കിൽ നിന്ന് ഒരു ആശ്രയം ലഭിക്കുമെന്നും തൻ്റെ കഷ്ടങ്ങൾക്കും തൻ്റെ പരിശോധനകൾക്കൊക്കെ സഹായകനായി ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നും ഉറച്ചു വിശ്വസിച്ച ദാവീദ് ഈ സങ്കീർത്തനങ്ങൾ എഴുതുമ്പോൾ തൻ്റെ മനസ്സിൻ്റെ ചിന്താഗതി എപ്പോഴും ദൈവത്തെങ്കിലേക്ക് മാത്രം ആയിരുന്നെന്ന് ഇത് വായിക്കുന്ന ഒരു ഭക്തന്, അല്ലെങ്കിൽ സങ്കീർത്തനം ശ്രദ്ധിക്കുന്ന ഒരു ഭക്തന് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് പകൽ നമ്മളെ തന്നെ ഒരു ആത്മപരിശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അടിക്കടി നമുക്കറിയാവില്ല, നാം ജീവിക്കുന്ന ലോകം പ്രശ്ന സങ്കീർണമായ അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിൽ നാം ജീവിക്കുന്നത്. ഓരോ ദിവസവും പ്രശ്നങ്ങളും അതിൻ്റെ സ്ഥിതികളും വഷളായി വരുമ്പോൾ നാം ആദ്യം നോക്കുന്നത് മനുഷ്യരുടെ മുഖത്തേക്കാണോ, അതോ സാഹചര്യങ്ങളിലേക്കാണോ, അതോ നമ്മുടെ പ്രശ്നങ്ങൾ ഗൗരവാവസ്ഥയിൽ ആയി കഴിഞ്ഞു എന്നൊരു ചിന്താഗതിയാണോ നമ്മളെ ഭരിക്കുന്നത്? ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവന് തിരിച്ചറിയാൻ കഴിയുന്നത് ചുറ്റുപാടും ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആശ്വാസം തരുവാൻ, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവലിൽ ഈ ലോകത്തിൽ മറുപടി കാണുവാൻ കഴിയുന്നില്ലെങ്കിലും എൻ്റെ ശരണം എപ്പോഴും, എൻ്റെ ആശ്രയം എപ്പോഴും ദൈവത്തെങ്കിലേക്കാണെങ്കിൽ മാത്രമേ എനിക്ക് നല്ലൊരു മറുപടി പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രത്യേക വിഷയങ്ങളുടെ മേൽ ഭാരപ്പെട്ട് തകരുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ തീർച്ചയായും ദൈവാത്മാവ് ഈ വചനത്തിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസം പകരുവാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിൽ അടുത്ത നിമിഷം ഞാൻ എന്തായിത്തീരും, എൻ്റെ സ്റ്റെപ്പ് എങ്ങോട്ടായിത്തീരും, എൻ്റെ മുന്നേറ്റം എന്തായിത്തീരും എന്നൊക്കെ നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒന്നറിയാം, ദാവീദിന്റെ പ്രതീക്ഷ ഒരിക്കലും മനുഷ്യനല്ലായിരുന്നു. തൻ്റെ വ്യക്തിത്വം സ്തോത്രം ദൈവമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ഉള്ള ഒന്നായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ ജീവിതം എപ്പോഴും ദൈവത്തിൽ ഉറച്ച ഒന്നായിരുന്നു. തൻ്റെ വിശ്വാസം ദൈവം എന്നെ വിടുവിക്കും, എൻ്റെ കഷ്ടത്തിലും എൻ്റെ പ്രശ്നങ്ങളിലും ഒക്കെ എനിക്ക് ആശ്വാസം തരുന്ന ദൈവം മാത്രമാണ് എന്നുള്ളൊരു പ്രതീക്ഷ ദാവീദിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നേ ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. ഈ സങ്കീർത്തനം എഴുതിയ സങ്കീർത്തനകാരൻ ഇവിടെ എഴുതിയിരിക്കുക ഞാൻ വേഴാമ്പൽ പോലെയാകുന്നു. താഴെ നമ്മൾ വായിച്ച വാക്യത്തിൽ കാണാൻ കഴിയുന്നത് ഞാൻ കുരുകിലിനെ പോലെയാകുന്നു. ഹല്ലേലൂയ. അതുമാത്രമല്ല ഞാൻ മൂങ്ങയെ പോലെയാകുന്നു. എന്തുകൊണ്ടാണ് ഈ മൂങ്ങയെപ്പോലെയും വേഴാമ്പലിനെ പോലെയും കുരുകിലിനെ പോലെയൊക്കെ തൻ്റെ ജീവിതത്തെ താൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഈ 3 ജീവികളും അല്ലെങ്കിൽ 3 പക്ഷികളും ജീവിക്കുന്നത് വ്യത്യസ്ത നിലവാരങ്ങളില്ല. ഹല്ലേലൂയ. ആദ്യത്തെ വാക്യം നമ്മൾ വായിച്ച 6-ാം വാക്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെത്തിരിക്കാം. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. ദാവീദ് തൻ്റെ ജീവിതത്തിലെ നിരാശ നിറഞ്ഞ സാഹചര്യത്തിൽ തൻ്റെ ചുറ്റുപാട് നോക്കിയപ്പോൾ തൻ്റെ കഷ്ടത്തിലും തൻ്റെ സങ്കടത്തിലും ആരും സഹായിക്കുവാൻ കഴിയാത്ത മേഖലകളിൽ തൻ്റെ ആത്മാവിനോട് ദാവീദ് പറയുക, അല്ലയോ എൻ്റെ ആത്മാവേ നീ ഭാരപ്പെടുന്നത് എന്തിന്? എൻ്റെ പ്രതീക്ഷ ദൈവത്തിലായതുകൊണ്ട് എനിക്ക് വേദനപ്പെടുവാൻ സംഗതി ഏതുമില്ല. ഒരുപക്ഷെ വളരെ തളർന്ന അനുഭവത്തിൽ കുടുംബജീവിതം പോലും
ആമേൻ സ്തോത്രം തകരുമെന്നുള്ള ആമേൻ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു പുസ്തകം പോലെ ആമേൻ ആമേൻ സ്തോത്രം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ളത് ആമേൻ തകരുമെന്ന് പറയുന്ന പ്രശ്നത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന് സോഴ്സ് ഉണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഭക്തൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, അല്ലയോ കർത്താവേ, ആമേൻ ഞാൻ തനിച്ചായിരുന്ന സ്തോത്രം, ഞാൻ ഒറ്റപ്പെട്ട അനുഭവത്തില്ല. ഹല്ലേലൂയ. ഞാൻ നേകന. എന്നാൽ നമുക്കറിയാമല്ലോ, വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഞാൻ ഒറ്റയ്ക്ക, ആമേൻ സ്തോത്രം, ഞാൻ ശൂന്യതയില്ല, ആമേൻ എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നാരൊക്കെ തൻ്റെ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു, അവരുടെ അടുത്ത ദൈവം സഹായമായി ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ആമേൻ പല പ്രതീക്ഷകളും നിങ്ങളുടെ മുമ്പിൽ വഴി മാറി പോകുമ്പോൾ, പല വാതിലുകളും അടഞ്ഞു പോകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ക്ഷണത്തിൽ വെളിപ്പെടും. നമുക്കറിയാമല്ലോ, വേദപുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നേ ഭക്തന്മാരെല്ലാം വ്യത്യസ്ത സാഹചര്യത്തിൽ കൂടെ കടന്നുപോയവരാ. ഒരുപക്ഷെ ഒറ്റപ്പെടൽ, ആമേൻ തനിച്ചായിരുന്ന അനുഭവങ്ങൾ, മരുഭൂമിക്ക് തുല്യമായ ജീവിതങ്ങൾ, ഇതൊക്കെ ആമേൻ തങ്ങളുടെ ഭക്തിയെ മുറുകെ പിടിക്കുവാനുള്ള അനുഭവങ്ങളായി ഭക്തന്മാർ വിലയിരുത്തിയത് കൊണ്ട് അവർ പരാജയപ്പെട്ടു പോയതേയില്ല. ഹല്ലേലൂയ. ആമേൻ ദൈവ ഭക്തിയെ മുറുകെ പിടിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ സാഹചര്യങ്ങളല്ല വിഷയം, ആമേൻ ഒറ്റപ്പെടലല്ല വിഷയം. ഹല്ലേലൂയ. തനിച്ചായിരിക്കുന്ന അനുഭവങ്ങളല്ല വിഷയം. ആമേൻ അതുമാത്രമല്ല, മരുഭൂമിയുടെ ചില ആമേൻ ഹല്ലേലൂയ പ്രതീക്ഷ തരാത്ത ചില അനുഭവങ്ങൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, നിങ്ങൾ ഒറ്റപ്പെട്ട വ്യക്തി ജീവിതമല്ല. നിങ്ങളെ സഹായിക്കുവാൻ ആമേൻ ദൈവത്തിന്റെ ദൂതന്മാർ പാളയം ഇറങ്ങി വിടുവിക്കുന്ന അനുഭവങ്ങൾ ആമേൻ പിന്നത്തേതിൽ തെളിയിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ ഇന്ന് പകൽ നിങ്ങളുടെ ഭവനത്തിലായിരിക്കുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷേ പല പ്രതീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ എല്ലാം തകിടം മറിഞ്ഞാലും ഈ ദൈവത്തിൽ തന്നെയാണോ നിങ്ങൾ ആശ്രയിക്കുന്നേ, ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. 16-ാം വാക്യം വിളിച്ചു പറയുന്നേ, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ. എന്താ മരുഭൂമിയുടെ പ്രത്യേകത? നമുക്കറിയാമല്ലോ, വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രം മഴ ലഭിക്കുന്ന പ്രത്യേക സാഹചര്യമാണ് മരുഭൂമിയുടെ വിശേഷത എന്ന് പറയും. എന്നാൽ മരുഭൂമിയിൽ ആമേൻ ആയിരിക്കുന്ന വേഴാമ്പലിന് ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാ പ്രത്യേക ശ്രദ്ധേയമായ ഒന്ന്. ആമേൻ എന്തെന്ന് ചോദിച്ചാൽ അതിനറിയാം, ഇന്നല്ലെങ്കിൽ നാളെ ആമേൻ ഹല്ലേലൂയ എൻ്റെ തൊണ്ടയെ നനയ്ക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ദാഹത്തെ തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആമേൻ ഇന്നത്തെ മഴ അല്ലെങ്കിൽ നാളെ എനിക്ക് ലഭിക്കുവാൻ പോകുന്ന മഴ, ആമേൻ എൻ്റെ ദാഹം അകറ്റുന്ന സാഹചര്യം, അതുമാത്രം എൻ്റെ പ്രതീക്ഷ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ വേഴാമ്പൽ മരുഭൂമിയിൽ മാത്രം വസിക്കുന്ന സ്തോത്രം. കാരണം അതിനൊന്നറിയാം, ആമേൻ പ്രതീക്ഷയെ, ഹല്ലേലൂയ എൻ്റെ വിശ്വാസത്തെ ഒരിക്കലും ആമേൻ എൻ്റെ അകത്തുള്ള ഒരു വിശ്വാസത്തെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം സാഹചര്യമൊക്കെ ഇവിടെ പ്രതികൂലമാണ്. ആമേൻ മഴ ലഭിക്കത്തില്ലെന്ന് പലരും പറഞ്ഞാലും എൻ്റെ വിശ്വാസം, ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ പെയ്യുന്ന ഒരു മഴ എന്നെ ആശ്വസിപ്പിക്കും. എൻ്റെ പ്രതീക്ഷയ്ക്ക് ചിറകുകൾ മുളയ്ക്കുന്ന ഒരനുഭവം ഉണ്ടെന്ന് നല്ലവണ്ണം അറിയാവുന്ന ഒരു വേഴാമ്പലിന് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഒരു നന്മ വെളിപ്പെടും. അതുകൊണ്ടല്ലേ ഭക്തന്മാരൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ച സാഹചര്യങ്ങൾ വേദപുസ്തക ചരിത്രത്തിന് വിളിച്ചു പറയുവാനുണ്ടെങ്കിലും അവരുടെ പ്രതീക്ഷ എന്താ? ആമേൻ എൻ്റെ ദൈവം ജീവിക്കുന്നത് കൊണ്ട് ഈ മരുഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ഒരുപക്ഷെ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായ മരുഭൂമിയിൽ കൂടെയാണോ താങ്കൾ യാത്ര ചെയ്യുന്നത്? ആമേൻ ദൈവത്തിന് താങ്കളെ പറ്റി പ്രതീക്ഷയുണ്ട്. ആമേൻ ഹല്ലേലൂയ. എല്ലാ വാതിലുകൾ അടഞ്ഞാലും ആമേൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തന്റെ മുമ്പിൽ ദൈവത്തിന്റെ വഴി തക്ക സമയത്ത് അവൻ തുറന്നു തരും. അതുകൊണ്ടല്ലേ ആമേൻ മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ ആമേൻ തനിച്ചായിരിക്കുന്ന ആമേൻ ആ വേഴാമ്പലിന് പറയുവാനുള്ളത് ഒന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ എനിക്ക് പ്രതീക്ഷ തരുന്ന ആ മഴ ഇന്നല്ലെങ്കിൽ നാളെ പെയ്യും. ആമേൻ ഹല്ലേലൂയ. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് എൻ്റെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ജീവജാലങ്ങൾ പോലും വളരെ ശ്രദ്ധയോടെ ദൈവത്തെ നോക്കുന്നത്. ആമേൻ ഈ ജീവികൾക്കൊക്കെ ഒന്നറിയാം, തങ്ങളുടെ സൃഷ്ടാവ് തങ്ങളെ തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ബുദ്ധിയും ശക്തിയും ആശയവിനിമയ ആമേൻ ഹല്ലേലൂയ കഴിവുകളൊക്കെ ദൈവം പകർന്നു നൽകിയിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലും ദൈവം ആമേൻ പ്രതീക്ഷ കൈവിടാതെ ഹല്ലേലൂയ അവനെ തക്ക സമയത്ത് ഉയർത്തുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഈ മരുഭൂമി എല്ലാ പ്രതീക്ഷകളും ആമേൻ അടയുന്ന സാഹചര്യങ്ങളാണ്. എന്നാൽ ഒറ്റപ്പെടുന്ന അനുഭവത്തിൽ ദൈവം കൈവിടത്തില്ല. നമുക്ക് അതിന് ഉത്തമ ഉദാഹരണമാണ് ആമേൻ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഒരു ഹാഗാർ. ആമേൻ നമുക്കറിയാം, മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ ആമേൻ നമ്മുടെ പ്രതീക്ഷ എന്താ? ഈ ഹാഗാറിനെ പറ്റി ആകാം ആമേൻ അടുത്ത നിമിഷം ആമേൻ ഞാൻ കേൾക്കാൻ പോകുന്നേ. ഹല്ലേലൂയ. ഈ 21-ാം അധ്യായം നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നേ ആമേൻ സകല പ്രതീക്ഷകളും അടഞ്ഞപ്പോൾ ആമേൻ അബ്രഹാമിന്റെ കരുതലായ അപ്പവും ഒരുതുരുത്തി വെള്ളവും ഒക്കെ അവളുടെ കയ്യിൽ തീർന്നു പോയപ്പോൾ ബെർശേബ മരുഭൂമിയിലേക്കുള്ള നീണ്ട യാത്രയിൽ ആമേൻ അവൾ കരുതലുകളൊക്കെ അസ്തമിച്ചപ്പോൾ അവൾ ഓർത്തു, അടുത്ത നിമിഷം എൻ്റെ മകൻ മരിച്ചു പോകും, ആമേൻ അതിനെ തുടർന്ന് എൻ്റെ മരണവും സംഭവിക്കും എന്നൊക്കെ ഓർത്ത് വളരെ പ്രതീക്ഷയോടെ ആയിരുന്ന ഹാഗാറിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് മറ്റൊന്നായിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ, ഒരുപക്ഷെ നാം ചിന്തിക്കുന്നതല്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തകർന്നു പോകുന്ന ആമേൻ ആമേൻ ലോകത്തിൽ ഹല്ലേലൂയ നമ്മുടെ ആത്മാവിന് ഒന്നിങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും.
ഞാൻ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് ഈ മരുഭൂമിയിലും ഈ അസാധ്യതകളുടെ മധ്യത്തിലും നടക്കത്തില്ലെന്ന് പറയുന്ന പ്രശ്നത്തിന്റെ മധ്യത്തിലും വഴിയെ മാറ്റിവിടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ട്? നമുക്ക് ഹാഗാറിനോട് ചോദിക്കാം, ഹാഗാറേ, നിന്റെ അനുഭവമല്ലേ ഇതൊക്കെ? നീ ഒറ്റപ്പെട്ട അനുഭവത്തിൽ, ഈ മരുഭൂമിയുടെ സാഹചര്യത്തിലല്ലേ നീയും ബാലനും ഒറ്റയ്ക്കല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹാഗാറിന് ഇങ്ങനെ മറുപടി പറയുവാൻ കഴിയും, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ഹല്ലേലൂയ ഇവിടെയും ചിലത് ചെയ്യുവാൻ കഴിയും എന്ന പ്രതീക്ഷയോട് ഒറ്റപ്പെട്ട് അവൾ ആയിരുന്നപ്പോൾ ഹല്ലേലൂയ ആ കുറുങ്കാട്ടിൽ ദൈവത്തോട് അവൾ കരയുക. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് 21-ാം അധ്യായം നോക്കാം. 21-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്ക കരഞ്ഞു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. നോക്കിയോണേ, അവളുടെ കരയുവാനുള്ളൊരു സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവൾ പിറുപിറുത്ത അനുഭവമല്ല ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. കാരണം ഹാഗാറിന് ഒന്നറിയാം, ഈ മരുഭൂമിയിൽ കരഞ്ഞാലും ഒരു മനുഷ്യന് കാണാൻ കഴിയത്തില്ല. സ്തോത്രം. താൻ സ്നേഹിച്ച അബ്രഹാമിന് പോലും ഇവിടെ തന്നെ സഹായിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ സഹായങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ പ്രതീക്ഷകളൊക്കെ മാറിപ്പോകുമ്പോൾ ദൈവത്തിലാണ് ആശ്രയം. ഹാഗാറിനെ പോലെ ഹല്ലേലൂയ ഒറ്റയ്ക്ക് കരയുവാൻ ഒരു സന്നദ്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് കരയുവാൻ ഒരു ആത്മമണ്ഡലം ഇന്ന് പകൽ തുറക്കപ്പെടുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ ഹാഗാറിന് ഒന്ന് പറയുവാൻ കഴിയും, എൻ്റെ പ്രതീക്ഷ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമല്ല, എൻ്റെ ബാലൻ മരിച്ചു പോകുന്നുള്ള അവസ്ഥയല്ല എന്നെ ചിന്തിപ്പിക്കുന്ന. സ്തോത്രം. ഇവിടെയും വഴിയൊരുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു. നോക്കിക്കോണമേ, എവിടെ നിലവിളി ഉയരുന്നുണ്ടോ അവിടെ ആ ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെട്ട് വരുന്നേ. ദൈവം അവിടെയാ പ്രത്യക്ഷപ്പെടുന്നേ. ഹല്ലേലൂയ. ഹാഗാറിന്റെ ജീവിതത്തിൽ മരുഭൂമിയിൽ ഒറ്റയ്ക്കായിരുന്ന സാഹചര്യത്തിൽ ദൈവത്തിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് ചുറ്റുപാടുകൾ നോക്കി, ഒരു ചലനവുമില്ലാത്ത സാഹചര്യം, എല്ലാ പ്രതീക്ഷകളും അടഞ്ഞ് ആർക്കും തന്നെ കാണുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത ചുറ്റുപാടുകൾ. ഹല്ലേലൂയ. എങ്കിലും ഹാഗാർ തൻ്റെ ആശ്രയം കൈവിട്ടില്ല. അവൾക്കൊന്നറിയാം, ഇവിടെ സഹായിക്കുവാൻ മാനുഷികമായ കരങ്ങൾ മാറിപ്പോകും, ദൈവത്തിൻ്റെ കരം മാത്രം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, നീ ഒറ്റയ്ക്കാണോ? നിന്റെ ഹല്ലേലൂയ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കുവാൻ, അല്ലെങ്കിൽ നിന്റെ കരച്ചിലിൻ്റെ ശബ്ദം ശ്രദ്ധിക്കുവാൻ ഒരു വ്യക്തിത്വം ഇല്ലയോ? ദൈവത്തിന് നിന്നെ സഹായിക്കുവാൻ വഴികളുണ്ട്. ഒരുപക്ഷെ തലമുറകളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഭാരപ്പെട്ട് കരഞ്ഞു ഉപവസിക്കുന്ന വ്യക്തിത്വമാണോ? ഹല്ലേലൂയ. ഭർത്താവിൻ്റെ മദ്യപാന മൂലം കുടുംബജീവിതം പോലും തകരുന്ന ലെവലിലാണോ? ഹല്ലേലൂയ. തലമുറകളുടെ വഴികളൊന്നും തുറക്കാത്ത അനുഭവത്തിൽ, ബിസിനസ് തകർന്ന ലെവലുകളിൽ നിങ്ങൾ ചിന്താകുലനായ വ്യക്തിത്വമാണോ? ദൈവത്തിന് എന്നെ സഹായിക്കുവാൻ ഹല്ലേലൂയ ഹിതമുണ്ട്. ദൈവം തള്ളിക്കളയത്തില്ല. എവിടെ ഒരു കരച്ചിലുണ്ടോ അവിടെ ദൈവം ഇറങ്ങി വരുന്നേ. സ്തോത്രം. കരയുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തോട് നിലവിളിക്കുവാൻ ഒരു ആത്മമണ്ഡലം തുറക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ഹാഗാറേ, നിന്നെ തേടി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുന്നേ. ഹല്ലേലൂയ. ബാലന്റെ നിലവിളി കേട്ടു. എന്നാൽ അടുത്ത വാക്യം നമുക്ക് കാണാൻ കഴിയുന്നേ, ദൈവം അവിടെ ഇറങ്ങി വരിക, ദൈവം തന്റെ ദൂതന്മാരെ അയക്കുകയാ. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് ഒന്നറിയാം, ഈ ഹാഗാർ ഇവിടെ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. ഹാഗാർ മാത്രമല്ല, ഹാഗാറിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകുവാൻ സാഹചര്യങ്ങൾ ഏറെ ഉള്ളതുകൊണ്ട് ദൈവം തന്റെ ദൂതനെ അയച്ചു. സ്തോത്രം. മരുഭൂമിയിലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. മരുഭൂമിയിലും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയുണ്ട്. നമുക്ക് കഴിയത്തില്ലെന്ന് പറയുന്ന ലെവലുകളിലും ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ വിശ്വസ്തത, ഇവിടെയൊക്കെ ദൈവം തെളിയിക്കുന്ന ദൈവമാണ്. വേദോസ്തം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാ, അവൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരത്തില്ല. സ്തോത്രം. മനുഷ്യപുത്രന്മാരോടുള്ള അവൻ്റെ നീതി അവൻ നിലനിർത്തുന്ന ദൈവമാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ വിശ്വസ്തത, അതൊക്കെ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത്. ദൈവമക്കളെ, ഈ ലോകമല്ല നമുക്ക് നീതി പകർന്നു തരുന്നേ. നമുക്കറിയാം, ലോകത്തിൽ ന്യായാധിപ സംഘങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നീതിയോടെ ന്യായം നടത്തുന്ന ഒരു ന്യായാധിപ സംഘങ്ങളെയും ഈ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണ്. നീതിയോടെ നിങ്ങൾ ജീവിക്കുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. 21-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും. ഹല്ലേലൂയ. 19-ാം വാക്യത്തിൽ ഹാഗാറിന്റെ കണ്ണ് തുറന്നെന്നാ വായിക്കുന്നത്. എന്താ ഹല്ലേലൂയ ഹാഗാറിന്റെ കണ്ണ് തുറക്കുവാൻ കാര്യം? ദൈവത്തിനറിയാം
ഹാഗാറിന്റെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ അതുവരെ അടച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവളുടെ കണ്ണിൽ വെളിപ്പെടാതിരുന്ന പുതിയ ഉറവെ അവൾക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ കണ്ണ് തുറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനമാ നമ്മുടെ കണ്ണ് തുറക്കുന്ന സ്തോത്രം. പ്രാർത്ഥനയോട്, ജാഗരണത്തോട്, ഉപവാസത്തോട് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ കണ്ണൊന്ന് തുറക്കണമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം. ആമേൻ. ഒരു ആത്മമണ്ഡലം തുറന്നെങ്കിൽ മാത്രമേ ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഹല്ലേലൂയ, പുറമേയുള്ള കണ്ണുകളല്ല, അതിനപ്പുറമായി ഒരു ആത്മമണ്ഡലത്തിന്റെ കണ്ണുകൾ തുറക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ കണ്ടിട്ടില്ലാത്ത ഉറവകൾ, അതുമാത്രമല്ല ഇന്നും നിലനിൽക്കുന്ന ഉറവ, ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത ഉറവ, ഹാഗാറിന് വേണ്ടി തുറന്ന ദൈവ പ്രവൃത്തി കാണണമെങ്കിൽ ആമേൻ ദൈവത്തിൽ ആശ്രയിച്ചാൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അത്രയ്ക്ക് ശ്രേഷ്ഠമാണ്. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. ആമേൻ. 102 സംഗീതത്തിൽ നമ്മൾ വായിച്ചത് മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ ആയിരിക്കുന്ന അനുഭവം. സ്തോത്രം. ആമേൻ. അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. ആമേൻ. ശൂന്യ സ്ഥലത്തെ മൂങ്ങയുടെ പ്രത്യേകത, ചുറ്റുപാടും ഒരു ശബ്ദവുമില്ലാത്ത അനുഭവം. ഹല്ലേലൂയ. തന്നെ കാണുവാൻ ആരുമില്ലാത്ത അനുഭവത്തിൽ ഈ മൂങ്ങയ്ക്കൊന്നറിയാം, ഞാൻ നാളെ സ്വതന്ത്രനാകുന്ന ഒരു അനുഭവമുണ്ട്, ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു അനുഭവമുണ്ട്. ചില വിഷയങ്ങളുടെ മുമ്പിൽ ഭാരപ്പെടുമ്പോൾ, ചില വിഷയങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോകുമെന്ന് തോന്നുമ്പോൾ, ഓ ഹല്ലേലൂയ, അവൻ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് അവൻ ഇങ്ങനെ പ്രതീക്ഷിക്കാം, ശൂന്യ സ്ഥലത്തെ മൂങ്ങയെ പോലെ ആയിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്. അവൻ ഞാൻ സ്വതന്ത്രനാക്കപ്പെടുന്ന എന്റെ വിഷയത്തിന്റെ മുമ്പിൽ നിന്ന് ഹല്ലേലൂയ ഞാൻ രക്ഷപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് പകൽ ഭാരത്തോടെ നിങ്ങൾ ആയിരിക്കുന്നു, നിങ്ങൾ വേദനപ്പെടുന്ന പ്രത്യേക അനുഭവങ്ങൾ കൂടെ നിങ്ങൾ കടന്നു പോകുന്നു. അവൻ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത് അർത്ഥന ശന്തൽ ഘടകസ്യ വൈഡമാനജാല. അവൻ മൂങ്ങ ശൂന്യ സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നെങ്കിലും നാളെ സ്വതന്ത്രനാകുന്നത് പോലെ അതിന്റെ കാത്തിരിപ്പ് എന്താ? എന്റെ ദൈവം എന്നെ സ്വതന്ത്രനാക്കും. ഹല്ലേലൂയ. കുരികിലിനെ പോലെ തനിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യേകത. വചനത്തിൽ വായിക്കുവാൻ കഴിയുന്നത് ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ കുരികിൽ തനിച്ചു പാർക്കുന്നെങ്കിലും അതിനൊന്നറിയാം, എന്റെ സൃഷ്ടാവിനറിയാം, എന്റെ ഒരു ഉടയവനുണ്ട്, എന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനറിയാം എന്റെ ജീവിതത്തിൽ കരുതലുകൾ വേണ്ട സാഹചര്യത്തിൽ എനിക്ക് വേണ്ടതൊക്കെ നൽകുവാൻ ഈ ദൈവത്തിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. തനിച്ചിരിക്കുന്ന കുരികിൽ പോലെയാകുന്നു. ഇന്ന് പകൽ ഒറ്റയ്ക്കാണോ? വിശ്വാസ ജീവിതത്തിൽ ഒറ്റയ്ക്കാണോ? ഹല്ലേലൂയ. മുമ്പിൽ പ്രതീക്ഷകളൊന്നും കാണുന്നില്ലേ? വീട്ടിലുള്ളവരാരും ഈ കൃപയിൽ കടന്നു വന്നിട്ടില്ലേ? തലമുറകളും ഹസ്ബൻഡും ഭാര്യയും ഒക്കെ ദൈവ കൃപ വിട്ട് മാറിപ്പോയ അനുഭവമാണോ? എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത് തനിച്ചിരുന്നാലും ഒറ്റയ്ക്ക് പാർത്താലും നിന്നെ തക്ക സമയത്ത് നിന്റെ ബന്ധനങ്ങളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്ന് നിന്റെ ജീവിതത്തിന് അർത്ഥം പകർന്നു തന്ന് നിന്റെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷ ഉണർത്തി തന്ന് നിന്നെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ജാതികളുടെ മധ്യത്തിൽ തനിച്ചു പാർക്കുന്ന ഒരു ജനമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുന്നേ. ഹല്ലേലൂയ. ചുറ്റുപാടും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ കർത്താവിന്റെ വരവ് വിളിച്ചറിയിക്കുമ്പോൾ ഹല്ലേലൂയ വിശ്വാസത്തിൽ അടിയുറച്ച് ഒരു ഭക്തനെ പോലെ ലോകത്തിൽ ജീവിച്ച് നല്ല നിത്യത പ്രാപിക്കുവാന് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നേ. ലോകത്തിന്റെ പോക്ക് കാണുമ്പോൾ ലോകത്തിലെ സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നേ. ഹല്ലേലൂയ. അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാ. നമ്മുടെ രക്ഷകന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാ. ഹല്ലേലൂയ. അവന്റെ കാൽ വാതിൽക്കലായിരിക്കുമ്പോൾ തനിച്ചു വാർത്താലും ഒറ്റപ്പെട്ടാലും ഈ ദൈവ കൃപയ്ക്കകത്ത് പ്രമാണ അകത്തായിരുന്നാൽ ആ നിത്യത പ്രാപിക്കുവാൻ നമുക്ക് കഴിയും. ലോകത്തിന് തരാത്ത ആശ്വാസങ്ങൾ, ലോകത്തിന് തരാൻ കഴിയാത്ത പ്രത്യാശ ഒരു ഭക്തന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ പൈതലേ, അതുകൊണ്ട് ലോകത്തിലെ ഭാഗ്യവാൻ ആരാണെന്ന് ചോദിച്ചാൽ റിയൽ എസ്റ്റേറ്റുകളോ ബാങ്ക് ബാലൻസോ ഹല്ലേലൂയ ധാരാളം ഉള്ള വ്യക്തിത്വമല്ല. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു നന്മയും മുടക്കാതെ ഒരു അനുഗ്രഹങ്ങളും മുടക്കാതെ തക്ക സമയത്ത് സകലവും നന്നായി ചെയ്യുന്ന ദൈവം, അവൻ സകലവും നന്മയ്ക്കായി ചെയ്യുന്ന ദൈവമാ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മളെ കൈവിടുന്ന ദൈവമല്ല. അവൻ പ്രതീക്ഷയുണ്ട്. നീ തളർന്നിരിക്കുന്ന വ്യക്തിയാണോ? മുമ്പോട്ടൊരു വഴിയും കാണാത്ത വ്യക്തിത്വമാണോ? ദൈവത്തിന്റെ ആത്മാ പറയുവാനുള്ളത് താങ്കളുടെ മേൽ ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ നഷ്ടപ്പെട്ടു പോയി, ഞാൻ ദൈവകൃപ വിട്ട് മാറിപ്പോയി എന്നൊക്കെ പറയുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് പുതുജീവൻ ഹല്ലേലൂയ താങ്കളുടെ ജീവിതത്തിൽ തരുവാൻ കഴിയും. വീണ്ടും ദൈവകൃപയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. കാരണം ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും ദൈവകൃപ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ഹല്ലേലൂയ ഒരു ആത്മാവിന്റെ വില
സർവ്വലോകത്തെക്കാളും വിലയേറിയതാ എന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നേ. അതുകൊണ്ട് പിശാച് അവന് അല്പസമയം മാത്രമുള്ളെന്ന് വെച്ച് ആമേൻ ഹല്ലേലൂയ സ്വർഗത്തെ പോലും കൊള്ളയടിക്കുവാൻ നോക്കുമ്പോൾ ഒരു ഭക്തൻ അറിയാം, എന്റെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട്, ആമേൻ ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട് വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിന്നാൽ എനിക്ക് ആ നല്ല നിത്യത പ്രാപിക്കുവാൻ കഴിയും. ഒരുപക്ഷെ അവന് വചനം കേൾക്കുന്ന താങ്കൾ മദ്യപാനി ആണെങ്കിൽ, ദൈവകൃപ വിട്ട് അന്യാധീനപ്പെട്ടു പോയ വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന് താങ്കളെ പറ്റി പ്രതീക്ഷയുണ്ട്. ഹല്ലേലൂയ ആമേൻ. ദൈവം താങ്കളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം താങ്കളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ദൈവം ആത്മാവിൽ താങ്കളെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ വിട്ടു മാറാതെ, ആമേൻ, ദൈവത്തിന്റെ കൃപയ്ക്കകത്തായിത്തീരുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ ദൈവം സാധ്യതകളെ ഒരുക്കും. അസാധ്യതകളുടെ മധ്യത്തിലും ഒരു സാധ്യതയുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് മടങ്ങി വരാം. ഈ 102 സങ്കീർത്തനത്തിൽ ദാവീദ് വിളിച്ചു പറയുക, എന്റെ സാഹചര്യങ്ങൾ അവനെല്ലാം പ്രതീക്ഷയില്ലാത്തതാണെന്ന് പലർക്കും പറയുവാൻ കഴിയുന്നുണ്ടെങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരത്തില്ല. കാരണം എൻ്റെ ജീവിതം സങ്കടം കൊണ്ട് നിറഞ്ഞതാണെന്ന് പറഞ്ഞാലും അവൻ ഒരു അനിഷ്ടതയില്ല. ഈ സങ്കീർത്തനം ഞാൻ എഴുതുന്നെങ്കിലും പുതിയൊരു അവസ്ഥയിൽ കൂടെ അവൻ്റെ പ്രതീക്ഷയെ പണിതെടുക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ തനിച്ചായിരുന്നാലും ദൈവം അവിടെ ഇറങ്ങി വരുന്ന ദൈവമാണ്. കാരണം ദൈവത്തിന് സ്ഥലകാല സാഹചര്യ പരിമിതി വ്യത്യാസം കൂടാതെ പ്രവർത്തിക്കുവാൻ കഴിയും. ദൈവത്തിന് എവിടെയും പ്രവർത്തിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. കാരണം ആമേൻ ഈ ദൈവത്തെ ഹല്ലേലൂയ ചെറിയൊരു മാനദണ്ഡത്തിനകത്ത് ഒതുക്കി തീർക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം അവൻ സർവ്വവ്യാപിയാ. നിങ്ങൾ പ്രാർത്ഥിച്ച് ഉപവസിക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിലായിരിക്കാതെ വിദേശ രാജ്യങ്ങളിലോ വിദൂരതകളിലൊക്കെ ആയിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അവൻ അതിവേഗോടുന്ന ജീവന്റെ വചനം അവൻ ഏത് വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരെ വിടുവിക്കും. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനം അതിവേഗം ഓടുന്ന വചനമാണ്. അത് ചെയ്യേണ്ട ക്രിയ ചെയ്ത് മാത്രമേ മടങ്ങി വരത്തുള്ളൂ. കാരണം ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിന് പുതിയ അർത്ഥം പകർന്നു തരും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ പ്രതികൂലമായാലും അവന് നോക്കുവാനുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ചുറ്റുപാടുകളുടെ ബലമല്ല, മറ്റു മനുഷ്യരുടെ ബലമല്ല നമ്മളെ നിലനിർത്തുന്നത്. സ്തോത്രം. നമുക്കറിയാം ആത്മീയ ഓളത്തിൽ ഹല്ലേലൂയ പ്രതിസന്ധികൾ ഉയർന്നിരിക്കുമ്പോൾ ഒരു ഭക്തൻ അറിയാം, ഞാൻ നോക്കുന്നത് മനുഷ്യൻ്റെ മുഖത്തേക്കല്ല, ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയാൽ എൻ്റെ ജീവിതത്തിന് പുത്തൻ ആശയങ്ങൾ ഹല്ലേലൂയ പുത്തൻ അർത്ഥങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം എഴുതിയപ്പോൾ ദാവീദിന് ഒന്നറിയാം, ചുറ്റുപാടുകളെല്ലാം പ്രതികൂലമായപ്പോഴും അവൻ പറയുക, ഒരു ശൗലോ, സ്തോത്രം ഹല്ലേലൂയ, അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരായ ആരുമല്ല എൻ്റെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നേ. ഹല്ലേലൂയ. ശക്തന്മാരിൽ ശക്തന്മാരായ അനേകരെ എനിക്കറിയാം, അനേക രാജാക്കന്മാരെ എനിക്കറിയാം. എന്നാൽ ദാവീദിനോട് നമുക്ക് ചോദിക്കാം, അല്ലയോ ദാവീദേ, നീ എന്തുകൊണ്ടാ ഹല്ലേലൂയ ശ്രേഷ്ഠന്മാരെ രാജാക്കന്മാരെ ആശ്രയിക്കാത്ത? ഹല്ലേലൂയ. നിനക്ക് അനേക രാജാക്കന്മാരെ അറിയാവുന്നതല്ലേ? ഹല്ലേലൂയ. അനേക ശ്രേഷ്ഠന്മാർ നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ദാവീദിന് ഒന്നറിയാം, എൻ്റെ ജീവിതത്തെ അർത്ഥവത്താക്കി തീർക്കുന്നേ. ഞാൻ അറിഞ്ഞ ലോകത്തിൽ അറിഞ്ഞ അല്ലെങ്കിൽ ഞാൻ ലോകത്തിൽ കണ്ട ചില ശ്രേഷ്ഠന്മാരല്ല. മനുഷ്യരിൽ ആശ്രയിക്കരുതേ ദൈവത്തിന്റെ പൈതലേ. ഭക്തന്മാർ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് വാളും കല്ലേറും ഒക്കെ വന്നപ്പോൾ സ്തേഫാനോസിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കല്ലേറുണ്ടായപ്പോൾ താൻ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ തൻ്റെ ജീവിത അവസാനം വരെ രക്തസാക്ഷിയായി ഹല്ലേലൂയ താൻ പോരാടി നല്ലൊരു മരണം താൻ പ്രാപിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ തനിക്കൊന്നറിയാം. കല്ലേറ് തൻ്റെ ജീവിതത്തിൽ ഓരോ കല്ലുകൾ തൻ്റെ ശരീരത്തിൽ വന്ന് ആഞ്ഞടിച്ചപ്പോൾ സ്തേഫാനോസ് തൻ്റെ ആത്മമണ്ഡലത്തിൽ ഇങ്ങനെ പറഞ്ഞു കാണും, ഈ കല്ലുകൾ എൻ്റെ കിരീടത്തിലെ ഓരോ മുത്തുകളായി വെളിപ്പെട്ട് വരുന്ന ദിവസങ്ങളുണ്ട്. കർത്താവിന് വേണ്ടി ഹല്ലേലൂയ കഷ്ടം സഹിക്കുന്ന വ്യക്തിയാണ്. സുവിശേഷ വേല നിമിത്തം കർത്താവിനെ അറിഞ്ഞത് നിമിത്തം ഹല്ലേലൂയ കർത്താവിനെ അറിഞ്ഞത് നിമിത്തം നിന്റെ വിടക്കം നെണ്ണുന്നവരുടെ മധ്യത്തിൽ നീ ആയിരിക്കുന്ന അനുഭവമാണെങ്കിൽ പരിശുദ്ധാത്മാവിന് ഒന്ന് പറയുവാനുണ്ട്. ഈ കല്ലുകളും പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും ഒക്കെ വിശ്വാസ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും എൻ്റെ ദൈവം ജീവിക്കുന്നത് കൊണ്ട് ഏതനുഭവത്തിലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുന്നത് നമുക്കറിയാമല്ലോ, വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നേ. ഭക്തന്മാരൊക്കെ പലപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചത് താൻ ഒറ്റയ്ക്കായിരുന്നപ്പോഴാണ്. ഇയ്യോബിനോട് ദൈവം നേരിട്ട് ഇടപെട്ടത് താൻ ഒറ്റയ്ക്കായിരുന്നപ്പോഴാണ്. ഹല്ലേലൂയ. വേദപുസ്തകം കാണുമ്പോൾ വചനത്തിലെ ഹല്ലേലൂയ ഭക്തന്മാരോടൊക്കെ ദൈവം ഇടപെട്ടത് കൂടെ സൈന്യങ്ങൾ ഉള്ളപ്പോഴല്ല. ഹല്ലേലൂയ. കൂടെ സഹായിപ്പാൻ മറ്റു കൂട്ടുകാരുള്ളപ്പോഴല്ല ദൈവം ഇടപെട്ടിട്ടുള്ളത്. സ്തോത്രം. ഒറ്റയ്ക്കും ഹല്ലേലൂയ വനാന്തരങ്ങളിൽ വെച്ചും മരുഭൂമിയിൽ വെച്ചും ഒക്കെ തങ്ങളായിരുന്ന സാഹചര്യത്തിൽ
ആമേൻ. ദൈവം അവിടെ ഇറങ്ങി വരുന്ന സ്തോത്രം. ഹല്ലേലൂയ. നാം പഠിച്ചതുപോലെ ഹാഗാറിന്റെ ജീവിതത്തിൽ അവൾ ഒറ്റപ്പെട്ടപ്പോൾ ആരും തന്നെ കാണുവാനില്ലാത്ത അനുഭവത്തിലും ദൈവം അവളുടെ അടുത്ത് ഇറങ്ങി വന്നതുകൊണ്ട് അവളുടെ ജീവിതത്തെ ചരിത്രം മാറ്റിമറിച്ച അനുഭവത്തിൽ കൂടെ ഹല്ലേലൂയ അവൾ ഉയർത്തിയെടുത്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തിലാ ഇന്നും നാം ആശ്രയിക്കുന്നേ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം എന്ന വേദോസ്തം പഠിപ്പിക്കുന്നത്. കാരണം അവന്റെ ശക്തിക്ക് ഒരിക്കലും ഹല്ലേലൂയ കുറവ് വരത്തില്ല. അവൻ ശക്തന്മാരിൽ ശക്തനാ, രാജാക്കന്മാരുടെ രാജാവാ, അവൻ സർവശക്തനാ. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങൾക്ക് അവന്റെ സർവശക്തിയോട് എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ ദയ ചുറ്റിക്കൊള്ളും. ഇന്ന് പകല ദയ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ എന്നോട് കരുണ തോന്നണമേ, എന്നോട് ദയ കാണിക്കണമേ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തോട് പറ, കർത്താവേ എൻ്റെ സാഹചര്യമൊക്കെ നെഗറ്റീവാ. സ്തോത്രം. ഈ ലോകത്തിൽ എല്ലാം പ്രതികൂലമാ. എൻ്റെ മുന്നേറ്റം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും എനിക്ക് വളരുവാൻ കഴിഞ്ഞില്ല. ആത്മമണ്ഡലത്തിന് ഭൗതിക നേട്ടങ്ങളിൽ ഒന്നും എനിക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. എന്നെ ഭാവിയെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ ആൽഫയും ഒമേഗയുമായ ദൈവം, ആദ്യവും അവസാനം ഒരുപോലെ അറിയുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ ഹല്ലേലൂയ അവനെ മുറുകെ പിടിച്ച് ആരും ലജ്ജിച്ചു പോയിട്ടില്ല. സ്തോത്രം. കാരണം അവൻ ലജ്ജിപ്പിക്കാത്ത ദൈവമാ. തൻ്റെ ഭക്തന്മാരെ അവൻ കരുതുന്ന ദൈവമാ. ഒരു നന്മയ്ക്കും കുറവില്ലാതെ അവരെ വഴി നടത്തുന്ന ദൈവമാ. ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യത്യസ്ത തലങ്ങളിലാണ് ഒരു ഭക്തനെ അവൻ നടത്തുന്നത്. അതുകൊണ്ട് ഒരു ഭക്തനായി ജീവിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾക്കകത്ത് നിങ്ങളായിരിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ഒരുപക്ഷെ പല ഹോസ്പിറ്റലുകൾ നിങ്ങൾ മാറി മാറി ചികിത്സിച്ചിട്ടും ഒരു മരുന്നിനും നിങ്ങളുടെ രോഗത്തെ ഭേദമാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങളെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടർമാർക്ക് ആർക്കും നിങ്ങളുടെ രോഗം കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ നീ മാത്രം എൻ്റെ ആശ്രയം, നീ മാത്രം എൻ്റെ ശരണം. അതുകൊണ്ട് ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. സാഹചര്യങ്ങളുടെ വ്യത്യസ്തതയല്ല, ദൈവത്തിലുള്ള ആശ്രയം നമ്മളെ തീർച്ചയായിട്ടും ഉയർത്തും. ആ നല്ല നിത്യത വരെ, നല്ല പ്രതിഫലങ്ങൾ കല്ലുള്ളി പ്രാപിക്കുന്ന ദിവസം വരെ വിശ്വസ്തയോടെ നമുക്ക് ദൈവത്തിനായി ഓടാം. ഇന്ന് പകൽ വചനം കേട്ട് എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. പരിശുദ്ധനായ ദൈവസ്വർഗ്ഗ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, വളരെ ഭാരത്തോടെ ആയിരിക്കുന്ന നിന്റെ മക്കൾക്ക് ഇന്ന് പകൽ വിടുതലയക്കണമേ. രോഗികളായി ഭാരപ്പെടുന്നവർ ഇന്ന് പകൽ കേൾക്കുന്നല്ലോ കർത്താവേ. സ്വർഗത്തിലെ ദൈവം വഴികൾ തുറന്ന് കർത്താവിനെ സൗഖ്യമാക്കുമാറകണമേ. മുമ്പോട്ട് എന്തായി തീരുമെന്ന് വേദനപ്പെടുന്ന ജീവിതങ്ങളുണ്ടല്ലോ കർത്താവേ, അവർക്കൊക്കെ നീ വഴി കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി ഭാരപ്പെടുന്നവരുണ്ട്, കുടുംബജീവൻ തകരുമോ എന്ന് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ചുറ്റുപാട് നോക്കിയിട്ട് ഒരു പ്രതീക്ഷയില്ലെന്ന് പറയുന്ന അനേകർ എന്നെ ഇന്ന് പകൽ കേൾക്കുന്നല്ലോ. സുവിശേഷ വേല ഇന്ന് പലരും ഇന്ന് പകൽക്കാലം ഭാരപ്പെടുന്ന അനുഭവങ്ങളുണ്ട് കർത്താവേ. ഇത് വലിയ അമ്മൻ എല്ലാവരെയും സ്വതന്ത്രരാക്കുമാറാകണമേ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സഹായിക്കണം. എല്ലാ നന്മകളും കുടുംബങ്ങൾക്ക് ഒരുക്കണം. വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിച്ചു മാനിക്കണം. കഷ്ടങ്ങളും പോരുകളും രോഗങ്ങളും ദുഷ്ടപിശാചിന്റെ പോരാട്ടങ്ങളും ഈ ഭവനങ്ങൾ വിട്ട് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുരഘടക ശന്തന രകൽഖന വൈഡമാന ജാരാഘടകസ്യ അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവപ്രവൃത്തി കുടുംബങ്ങൾ വ്യാപരിക്കട്ടെ കർത്താവേ. എല്ലാം നന്മയ്ക്കായി ചെയ്യണം. വഴികൾ തുറക്കണം, ശൂന്യതകളെ നിറയ്ക്കണം, ആത്മാവ് സംസാരിക്കണം. പ്രാർത്ഥനയാതിനും കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതിനെ കേട്ട് എല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച നമ്മൾ കാണുമ്പോഴും വലിയ ദൈവസ്ഥാനത്തിന് മധ്യം ദൈവം നമ്മളെ മറയ്ക്കുമാറാകട്ടെ. എല്ലാവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് യു. ഈ വചനം നിങ്ങൾ വളരെ അനുഗ്രഹമായി ദൈവാത്മാങ്ങൾ തൊട്ട് വചനത്തിലൂടെ തൊട്ട് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ ഈ നമ്പറുകളിൽ വിളിച്ച് ഞങ്ങളെ അറിയിക്കുക. ജിമെയിലിലൂടെയും ഞങ്ങളെ അറിയിക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുന്ന ഈ മക്കളെ ദൈവങ്ങൾ എന്നും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ മേൽവിലാസം സയോൺ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട, നമ്പർ 9645102121 9387948179. ഞങ്ങളുടെ ജിമെയിൽ firegardenpta@gmail.com.